ട്രാൻസ്ഫോം കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ചെയ്ത കമ്പോണൻറ്റ് ക്യാമറയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ക്യാമറ എന്താ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. നിങ്ങൾക്കറിയാം, ക്യാമറ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗെയിമിലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ക്യാമറയിൽ എന്തുണ്ടോ അത് നമുക്ക് കാണാം. ഒരു ഗെയിമിൽ എത്ര ക്യാമറ വേണമെങ്കിലും വെക്കാം. അതിനനുസരിച്ച് നമുക്ക് മാറ്റി ഇതാക്കാനൊക്കെ പറ്റും. ക്യാമറ സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. പല ക്യാമറകൾ നമുക്ക് ക്യാമറയുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബേസ്, ഓവർലേ, അതായത് മെയിൻ ക്യാമറ ഏതാണ്, അതിൻ്റെ കൂടുതലുള്ള ക്യാമറ ഏതാണ്, അതാണ് ഇവിടെ ചോദിക്കുന്നത്. പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ്, ഓർത്തോഗ്രാഫിക് എന്ന് വെച്ചാൽ ഒരു 2D പോലെയാണ്. അതായത് റിയൽ വേൾഡിൽ അകലെയുള്ള സാധനങ്ങളുടെ വലിപ്പം കുറഞ്ഞായിട്ടിരിക്കും കാണാം. അപ്പോൾ അതായത് ആകാശത്ത് ഒരു എയറോപ്ലെയിൻ പോവുകയാണെങ്കിൽ അത് ചെറുതായിട്ടിരിക്കും കാണാം. പക്ഷേ എയറോപ്ലെയിൻ അവിടെ ചെറുതല്ല, നമുക്ക് ശരിക്കും ബ്രെയിനിന് ഒരു ഡെപ്ത് സെൻസിന് വേണ്ടി കാണിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് തന്നെ ഗെയിമിലൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഒരു ഗെയിം വേൾഡിൽ ഒരു നോർമലായിട്ട് നമ്മൊരു സംഭവം വെക്കുകയാണെങ്കിൽ റിയൽ വേൾഡിലത്തെ പോലെ തന്നെ നമ്മുടെ ഡെപ്ത് സെൻസിന് വേണ്ടി തന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു വലുപ്പമാണ്. പക്ഷേ പെർസ്പെക്റ്റീവ് ക്യാമറ റിയൽ വേൾഡിലത്തെ പോലെ അകലുള്ള സാധനത്തിൻ്റെ വലുപ്പം കുറച്ച് കാണിക്കും. പക്ഷേ ഓർത്തോഗ്രാഫിക് ക്യാമറ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരേ വലുപ്പമായിരിക്കും. പിന്നെ ഫീൽഡ് ഓഫ് വ്യൂ ആക്സിസ് ഉണ്ട് ഇവിടെ. ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്, അതിനനുസരിച്ച് ക്യാമറയുടെ വലുപ്പമൊക്കെ കുറയ്ക്കാം. ക്ലിപ്പിംഗ് പ്ലെയിൻ ഉണ്ട്. അത് ഈ പെർസ്പെക്റ്റീവ് ക്യാമറയിൽ 2 ക്ലിപ്പിംഗ് പൊസിഷൻ വെച്ചിട്ടാണ് ഈ എന്താ പറയുന്നത്, നമ്മുടെ സംഭവത്തിൻ്റെ പേരെന്തായിരുന്നു, ഈ ഡെപ്ത്, അതായത് അകലുള്ള സാധനത്തിൻ്റെ വലിപ്പം കൂട്ടിയും കുറഞ്ഞൊക്കെ കാണിക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്ന 2 സംഭവമാണത്. പിന്നെ റെൻഡറിങ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാക്കിംഗ് ഉണ്ട്. സ്റ്റാക്കിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു UI ക്യാമറ ഉണ്ടാക്കിയിരുന്നു. എൻവയോൺമെൻറ്റ് ഔട്ട്പുട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്.